മൂവാറ്റുപുഴ ജില്ലാ രൂപവൽക്കരണം UDFിൽ ഭിന്നത. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മൂവാറ്റുപുഴ ജില്ലാ രൂപവൽക്കരണ പ്രഖ്യാപനത്തിന് പിന്നാലെ UDFിൽ കശപിശ. ജില്ലാ രൂപവൽക്കരണത്തിലെ അപ്രായോഗികത ചൂണ്ടിക്കാട്ടി ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഒരു വശത്തും ജില്ല വന്നാലുള്ള ഗുണഗണങ്ങൾ വാഴ്ത്തി സ്ഥലം MLA മാത്യു കുഴൽനാടൻ മറുവശത്തും നിലയുറപ്പിച്ചിരിക്കുകയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതിന് മുമ്പായി അടുത്ത സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ആലോചന നടത്താനും തുടർന്ന് മുന്നണി യോഗത്തിൽ വിശദ ചർച്ച ആവശ്യപ്പെടാനുമാണ് ജോസഫ് ഗ്രൂപ്പിന്റെ തീരുമാനം. ഇതിനെ ചെറുക്കാനുള്ള തന്ത്രങ്ങൾ മറുവിഭാഗവും സ്വരുക്കൂട്ടുന്നുണ്ട്. ഓണക്കാലത്ത് ലഹരി വസ്തുക്കളുടെയും അനധികൃത മദ്യത്തിന്റെയും കടത്ത്, സംഭരണം, വിൽപ്പന എന്നിവ തടയുന്നതിനായി എക്സൈസ് വകുപ്പ് 31 വരെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് തുടരുന്നു. സംസ്ഥാനത്താകെ 8241 കേസുകളിലായി 36,633 പേരെ അറസ്റ്റ് ചെയ്തു. പ്രധാന ഹോട്ട്സ്പോട്ടുകൾ, സ്പിരിറ്റ് സംഭരണത്തിന് സാധ്യതയുള്ള കേന്ദ്രങ്ങൾ, സ്ഥിരം കുറ്റവാളികളുടെ കേന്ദ്രങ്ങൾ, അനധികൃത മദ്യസംഭരണ കേന്ദ്രങ്ങൾ, വാറ്റ് ചാരായ നിർമ്മാണത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് അലർട്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകനെതിരെ അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി. റോഡ് അപകടവുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് മാധ്യമ പ്രവർത്തകൻ അഭിഷേക് ഉപാധ്യക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് കേസെടുത്തത്. FIR റദ്ദാക്കണമെന്ന ഉപാധ്യയുടെ ഹർജി സുപ്രീം കോടതി UP സർക്കാരിനോട് മറുപടി തേടി. ഗാസിയാബാദിലെ ഇന്ദിരാപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത FIRന്റെ പകർപ്പ് ഉപാധ്യയ്ക്ക് നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. രാജ്യത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ മൃഗങ്ങളെക്കാൾ മോശമായാണ് പരിഗണിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് കോക്രോച്ച് ജനതാ പാർട്ടി കത്തയച്ചു. സ്കൂൾ ടീ കരോ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് നടപടി. സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കുന്ന സർക്കാർ സ്കൂളുകളുടെ ദൃശ്യങ്ങളിൽ നിന്ന് സുരക്ഷിതമായ കുടിവെള്ളം, പ്രവർത്തനക്ഷമമായ ശുചിമുറികൾ, ശരിയായ ക്ലാസ് മുറികൾ, ബെഞ്ചുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ അഭാവം വിദ്യാർത്ഥികൾ നേരിടുന്നതായി വ്യക്തമാണെന്നും കത്തിൽ പറയുന്നു. ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ പട്നയിലെ ഔദ്യോഗിക വസതിയിലേക്ക് ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. ബാരിക്കേഡുകൾ ഭേദിച്ച് മുന്നേറാൻ ശ്രമിച്ച മാർച്ചിനെ പോലീസ് ക്രൂരമായ ലാത്തിചാർജിലൂടെയും കണ്ണീർ വാതക പ്രയോഗത്തിലൂടെയുമാണ് നേരിട്ടത്. PPSC പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ വസതി ഉപരോധിക്കാനെത്തിയത്. സംഘർഷത്തിൽ 25 വിദ്യാർത്ഥികൾക്കും 4 പോലീസുകാർക്കും പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. ഡൽഹിയിൽ H1N1 കേസുകൾ കുത്തനെ ഉയരുന്നു. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ എന്നിവർക്കാണ് അണുബാധ പിടിപെടാൻ കൂടുതൽ സാധ്യതയെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഓഗസ്റ്റ് 20 വരെ ഡൽഹിയിൽ 1777 H1N1 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 229 കേസുകളായിരുന്നു. വ്യാഴാഴ്ച മാത്രം 114 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും തമ്മിലുള്ള കൂടിക്കാഴ്ച മോസ്കോയിൽ നടന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഉഭയകക്ഷി ചർച്ച സംഘടിപ്പിച്ചത്. ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ, ഉക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികൾ, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ എന്നിവിടങ്ങളിലെ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ വിശദമായി ചർച്ച ചെയ്തു. ആഗോളതാപനവും കാലാവസ്ഥ വ്യതിയാനവും മൂലം യൂറോപ്പിലുടനീളം തുടർച്ചയായുണ്ടായ കടുത്ത ഉഷ്ണതരംഗങ്ങളിൽ മരണസംഖ്യ ഉയരുന്നു. മെയ് മുതൽ ഭൂഖണ്ഡത്തിലെ പകുതിയോളം രാജ്യങ്ങളിൽ നിന്നായി താൽക്കാലിക കണക്കുകൾ പ്രകാരം 35,000-ലധികം മരണങ്ങൾ രേഖപ്പെടുത്തി. ഓഗസ്റ്റിലെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. US വ്യോമസേനയുടെ സൈനിക ഗതാഗത വിമാനം മോസ്കോയിലെ വനൂക്കോവ വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി റിപ്പോർട്ട്. US രജിസ്ട്രേഷൻ നമ്പറുള്ള C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനമാണ് ചൊവ്വാഴ്ച മോസ്കോയിലെത്തിയത്. എന്നാൽ വിമാനത്തിന്റെ വരവിനെ കുറിച്ച് തങ്ങൾക്ക് വിവരമൊന്നുമില്ലെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ വസതിയായ ക്രെംലിൻ വ്യക്തമാക്കി. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ്, വാട്സ്ആപ്പ് ചാനലുകൾ സന്ദർശിക്കുക.